എന്താണ് ഗ്ലോക്കോമ? പല കാരണങ്ങളാൽ കണ്ണിനുള്ളിലെ പ്രഷർ കൂടുകയും അതുവഴി ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുകയും വശങ്ങളിലുള്ള കാഴ്ചകൾ ആദ്യം നഷ്ടമാവുകയും അതൊരു ട്യൂബുലാർ വിഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ഒരു അസുഖമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാമെങ്കിലും കൂടുതലായി കണ്ടുവരുന്നതും എന്നാൽ കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതും ആയ ഗ്ലോക്കോമ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് യാതൊരു ലക്ഷണങ്ങളും ഇല്ല. അതായത് ഒരാളുടെ കണ്ണിനെ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ അസുഖം വന്നയാൾക്ക് അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല. എന്നാൽ അവരുടെ വശങ്ങളിലെ കാഴ്ചകൾ നഷ്ടമാവുകയും അവർക്കൊരു ട്യൂബുലാർ വിഷൻ ആവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവരൊരു ഐ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുക. അങ്ങനെ സമീപിക്കുമ്പോൾ തന്നെ അവരുടെ വശങ്ങളിലെ കാഴ്ച പോയിട്ടുണ്ടാവും, അവർക്കൊരു ട്യൂബുലാർ വിഷൻ ആയിട്ടുണ്ടാവും. അതൊരു ട്യൂബിലൂടെ കാണുന്ന പോലെ ഒരു വിഷൻ ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും ഈ പോയ കാഴ്ച തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോക്കോമയെ കാഴ്ചയുടെ നിശബ്ദനായ കൊലയാളി എന്ന് ഗ്ലോക്കോമ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലോക്കോമ ഉണ്ടെന്ന് അറിയണമെങ്കിൽ വർഷത്തിലൊരിക്കൽ ഒപ്റ്റിക് ഡിസ്ക് വാലുവേഷൻ ചെയ്യുക. അപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നവർ ഒപ്റ്റിക് ഡിസ്ക് വാലുവേഷനിൽ ഗ്ലോക്കോമയുടെ ഒരു സൈൻ ഉണ്ട്, നിങ്ങൾ കണ്ണിൻ്റെ പ്രഷർ നോക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗ്ലോക്കോമ ഇവാലുവേഷൻ തന്നെ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്.